ഓർഡർ. റൂൾ 50. നടപടികൾ നിർത്തിവെക്കുന്നതിൽ ഉപക്ഷേപം. കൂത്താട്ടുകുളം നഗരസഭയിലെ വനിതാ കൗൺസിലറെ പോലീസ് ഒത്താശയോടെ തട്ടിക്കൊണ്ടുപോയതായി പറയപ്പെടുന്ന സംഭവം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ അനൂപ് ജേക്കബ്, എൽദോസ് പി കുന്നപ്പിള്ളിൽ, KPA മജീദ്, മോൻസ് ജോസഫ്, മാണി സി കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലുള്ള കൂത്താട്ടുകുളം നഗരസഭയിൽ ചെയർമാനും വൈസ് ചെയർമാനുമെതിരെ UDF നോട്ടീസ് നൽകിയ അവിശ്വാസ പ്രമേയ ചർച്ച 18/1/2025 നടത്താൻ നിശ്ചയിച്ചിരുന്നു. 25-അംഗ നഗരസഭയിൽ 13 അംഗങ്ങൾ LDFും 11 അംഗങ്ങൾ UDFും ഒരാൾ സ്വതന്ത്രനുമാണ്. അവിശ്വാസ പ്രമേയ അവതരണ ഘട്ടത്തിൽ ക്രമസമാധാനം ഉറപ്പാക്കണമെന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ പോലീസ് ആവശ്യമായ ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിരുന്നു. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ LDFിലെ കലാരാജുവിനെ നഗരസഭാ ചെയർപേഴ്സൻ്റെ കാറിൽ കയറ്റിക്കൊണ്ടുപോയതായി പരാതിയുണ്ടായിട്ടുണ്ട്. CPIM കൗൺസിലറായ കലാരാജുവിനെ ചെയർപേഴ്സൻ്റെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ വേണ്ടിയായിരുന്നുവെന്ന ആക്ഷേപം ഉന്നയിച്ച് UDF കൗൺസിലർമാരും പ്രവർത്തകരും നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന നിലയുണ്ടായി. സംഭവത്തിൽ കൗൺസിലറുടെ മകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 61/2025 കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു. കലാരാജു വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തുകയും തുടർന്ന് അവരെ കൂത്താട്ടുകുളം ഗവൺമെൻറ് ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പിറവം MLAയുടെ നേതൃത്വത്തിൽ 25ഓളം പേർ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ മുൻവശത്ത് പ്രവേശന കവാടത്തിൽ നിയമവിരുദ്ധമായി കുത്തിയിരുന്ന് മാർഗതടസ്സം സൃഷ്ടിച്ചതിന് ക്രൈം നമ്പർ 65/2025 UDF പ്രവർത്തകരെ CPIM പ്രവർത്തകർ മർദ്ദിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 63/2025 കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരുന്നു. നഗരസഭാ ചെയർപേഴ്സണെ UDF പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ 64/2025 ഒരു കേസും ജാഥ നടത്തി മാർഗതടസ്സം സൃഷ്ടിച്ചതിന് ക്രൈം നമ്പർ 68/2025 മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ്. സ്ഥലത്ത് സംഘർഷാവസ്ഥയോ മറ്റ് ക്രമസമാധാന പ്രശ്നങ്ങളോ നിലവിലില്ല. ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികളും പോലീസ് സ്വീകരിച്ചു വരുന്നു. ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. ശ്രീ അനൂപ് ജേക്കബ്. സർ, സ്ത്രീകളെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകും. പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തുണ്ടായാലും കർക്കശമായി നേരിടും. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സർക്കാരാണിത്. കഴിഞ്ഞ 3-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ്. സർ, അങ്ങയുടെ ഈ പ്രസ്താവന വന്ന് 2 ആഴ്ച പോലും തികയുന്നതിന് മുമ്പാണ് കൂത്താട്ടുകുളം ടൗണിൽ ഒരു CPMൻ്റെ വനിതാ കൗൺസിലറെ CPM നേതാക്കൾ തന്നെ വസ്ത്രാക്ഷേപം ചെയ്ത് അടിച്ച് താഴെയിട്ട് ഒരു വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സാർ, ഇതെന്ത് സ്ത്രീ സുരക്ഷിതത്വമാണ് സാർ കേരളത്തിലുള്ളത്? അങ്ങ് പറയുന്ന സ്ത്രീ സുരക്ഷ ഏതർത്ഥത്തിലാണ്? ഒരു സ്ത്രീയെ പരസ്യമായി നടു റോഡിൽ വസ്ത്രാക്ഷേപം ചെയ്യുന്നതാണോ സാർ സ്ത്രീ സുരക്ഷിതത്വം? അവിടെ കാല് വെട്ടിയെടുക്കുമെന്ന് പറയുന്നതാണോ സാർ സ്ത്രീ സുരക്ഷിതത്വം? അവർക്ക് നേരെ കൊലവിളി നടത്തുന്നതാണോ സാർ സ്ത്രീ സുരക്ഷിതത്വം? പോലീസ് നോക്കി നിൽക്കെ അവരെ വാഹനത്തിൽ തട്ടിക്കൊണ്ടു പോകുമ്പോൾ എവിടെയാണ് സാർ അങ്ങ് പറയുന്ന സ്ത്രീ സുരക്ഷിതത്വം ഈ കേരളത്തിലുള്ളത്? സാറേ, ഉത്തരേന്ത്യയിലൊക്കെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോകും നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാരിന്റെ അവസാന കാലയളവിലേക്ക് എത്തുമ്പോൾ ഈ കേരളത്തിൽ സ്ത്രീകളെ പട്ടാപ്പകൽ പാർട്ടിക്കാര് തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന സ്ഥിതി ഇന്നിവിടെ ഉണ്ടായിരിക്കുകയാണ് സാർ. സാറേ, കഴിഞ്ഞ കൂത്താട്ടുകുളം നഗരസഭയിലെ ഭരണത്തിനെതിരെ
ഐക്യജനാധിപത്യ മുന്നണി അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു. 18-ാം തീയതി ഈ വിഷയം ചർച്ച ചെയ്യുവാനായിട്ട് എടുക്കുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കണമെന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രൊട്ടക്ഷൻ നൽകുകയാണ്. മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 100ഓളം പോലീസുകാർ ഈ കൗൺസിലർമാർക്ക് സുരക്ഷ ഒരുക്കുമെന്ന വ്യാജേന അവിടെ വന്ന് നിൽക്കുന്നു. സാർ, അവിടെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് CPM കൗൺസിലറായ കലാരാജു എന്ന വ്യക്തി അവിടെ വന്നിറങ്ങുന്നത്. അവർക്കുണ്ടായ ദുരനുഭവമാണ് സാർ ഞാനിവിടെ വിവരിച്ചത്. സാർ, അവരവിടെ വന്നിറങ്ങുമ്പോൾ CPMന്റെ ഏരിയ സെക്രട്ടറി രതീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ അവരെ തടയുകയും അവരെ അടിച്ചിടുകയും അവരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്താണ് പിന്നീട് കേരളം കണ്ടത്. സാർ, ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കമല്ലേ സാർ അത്? ഒരു അവിശ്വാസ പ്രമേയത്തെ ആശയപരമായി നേരിടാൻ പോലുള്ള കെൽപ്പ് LDFന് ഇല്ലേ എന്നുള്ള ചോദ്യമാണ് സാർ ഇവിടെ ഉയരുന്നത്. സാർ, ഇവിടെ ജനാധിപത്യമല്ല ഗുണ്ടാധിപത്യമാണ് സാർ ഇന്നിവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഈ വ്യക്തി കലാരാജു എന്ന് പറഞ്ഞ വ്യക്തി അവിടെ വന്ന് ഇറങ്ങുന്നു. ഇവരെ കഴുത്തിന് കയറി പിടിച്ച് ഒരു ഗുണ്ട പിടിച്ചു നിർത്തുന്നു. സാർ, അവിടെ ഒരു പോലീസുകാരൻ ഓടി വന്നു. ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്തു വേണം? അവർ പറഞ്ഞ കലാരാജു ആണ്, കൗൺസിലറാണ്, എനിക്ക് മുനിസിപ്പൽ ഓഫീസിൽ കയറണം, വോട്ട് ചെയ്യണം. ചടുലമായ ചോദ്യങ്ങൾ ചോദിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ സുരക്ഷിതമായി ആ കെട്ടിടത്തിലേക്ക് കയറ്റുമെന്ന് കരുതിയിരുന്നുവെങ്കിൽ നേരെ തിരിച്ച് തട്ടിക്കൊണ്ടുപോകാമെന്ന വാഹനത്തിലേക്ക് കയറ്റിവിടുകയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ചെയ്തത്. സാർ, അവിടെ മൂവാറ്റുപുഴ DYSP നോക്കി നിൽക്കുകയാണ് നടക്കുന്നത്. അദ്ദേഹം ഓടി വന്ന് ഇവരെ തട്ടിക്കൊണ്ടുപോകുന്നത് ഔദ്യോഗിക വാഹനത്തിലാണ്. മുനിസിപ്പാലിറ്റി ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനത്തിലാണ് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ ഈ മൂവാറ്റുപുഴ DYSP വന്ന് ആ വാഹനത്തിന് വേഗതയിൽ കടന്നുപോകാനുള്ള സൗകര്യമൊരുക്കുന്ന കാഴ്ചയാണ് അവിടെ പിന്നീട് കണ്ടത്. അവിടെയുള്ള ആൾക്കാരെ പിടിച്ചു മാറ്റുന്നു, UDF പ്രവർത്തകരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു, അവിടെയുള്ള വാഹന ഗതാഗതങ്ങൾ തടസ്സങ്ങൾ നീക്കി ഈ തട്ടിക്കൊണ്ടുപോകുന്ന വാഹനം സുഗമമായി കടന്നു പോകാനുള്ള സൗകര്യം. സാർ, സ്വാഭാവികമായിട്ട് വലിയ പ്രതിഷേധം വരും. അങ്ങോട്ട് സൂചിപ്പിച്ചല്ലോ, ഞാനടക്കമുള്ളവർ കുത്തിയിരുന്നു പോവും. അത്രമാത്രം പ്രതിഷേധം അവിടെ ഉയർന്നു വന്നു. ജനങ്ങളുടെ ഇടയിലുള്ള ആശങ്ക അവിടെ ഉയർന്നു വന്നു. ഒരു സ്ത്രീയെ, ഒരു കൗൺസിലറെ പട്ടാപ്പകൽ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എന്താണ് സാർ ചെയ്യേണ്ടത്? പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് സാർ അവിടെ കണ്ടത്. അവിടെ DYSP 6 മണിക്കൂർ കൈയും കെട്ടിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥൻ. ഞങ്ങൾ ചോദിച്ചു, അവിടെ ഇപ്പോൾ തപ്പാൻ പോവും, അവരെ അന്വേഷിക്കാൻ പോവും, കണ്ടുപിടിക്കണ്ടേ? എങ്ങോട്ടാ പോയെന്ന് അറിയില്ല. എനിക്ക് പരാതി കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായ ഒരു ഒഫൻസ്, ഒരു അട്രോസിറ്റി കണ്ടിട്ട് ആ ഉദ്യോഗസ്ഥൻ പറയാണ്, എനിക്ക് FIR ഇടാൻ കഴിയില്ല, എനിക്ക് അതിൻ്റെ അകത്ത് എനിക്ക് പരാതി വേണം. തട്ടിക്കൊണ്ടുപോയ ആൾ ഒന്ന് പരാതി തരണോ? സാർ, ഇവിടെ വിഷയങ്ങൾ ആളിക്കത്തുകയും മാധ്യമങ്ങൾക്ക് ഇത് ഏറുകയും ചെയ്തു. കലാരാജുവിന്റെ മക്കൾ മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം മെയിലയച്ചു. നടപടി ഉണ്ടാവാതെ വന്നപ്പോൾ അവരും നേരിട്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിക്കുന്ന സാഹചര്യം അവിടെ വന്നു. സംഭവം കൈവിട്ടു പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ പോലീസുകാർ കൈയും കാലും പിടിക്കുകയാണ് CPM പ്രാദേശിക നേതൃത്വത്തിന്റെ അടുത്ത്. എങ്ങനെയല്ല അവർ അഴിച്ചുവിടെ, തുറന്നുവിടെ, എവിടെയാണ്? ഒരു രക്ഷയില്ല, ഞങ്ങൾക്ക് കൈവിട്ടു പോകുന്നു, അതിവായ സമ്മർദ്ദം വരുന്നു. ആ അവസാനം ഗത്യന്തരമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 500 മീറ്റർ മാത്രം മാറിയുള്ള ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് 7 മണിക്കൂറിന് ശേഷം അവരെ ഇറക്കി വിടുകയാണ്. അവിടെയാണ് ഇവരെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത്, പോലീസിന്റെ മൂക്കിന്റെ താഴെ. എന്തിനാണ് സാർ ഇവർ കാക്കിയിട്ട് നടക്കുന്നത്? അവരുടെ മക്കളുടെ പരാതി വരെ അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഈ പോലീസുകാരെ ഉണർന്ന് പ്രവർത്തിക്കാൻ അവർ കഴിയുന്നില്ല സാർ? സാർ, ഇവരെ അതിനുശേഷം ഇവരെ കുത്താട്ടുകുളം ഗവൺമെന്റ് ഇവരെ അവിടെ അഡ്മിറ്റ് ചെയ്തു. സാർ, ഞാൻ അവരെ പോയി കണ്ടപ്പോൾ അവര് എന്നോട് പറയായിരുന്നു, നിങ്ങളിത് കേൾക്കണം, നിങ്ങളിത് കേൾക്ക്, സമാധാനത്തോടെ ഇരുന്ന് കേൾക്ക്. ഞാനവിടെ നടന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. വനിതാ കൗൺസിലർ കലാരാജു എന്നോട് പറയുകയാണ്, 20 വർഷമായി ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ്. എന്നെ അവര് ചവിട്ടി താഴെയിട്ടു, എന്റെ മൂക്കിലൂടെ രക്തമൊഴുകി, എന്റെ മുടിക്കുത്തിന് പിടിച്ചു വലിച്ചു, എന്റെ കഴുത്തിന് പിടിച്ചിറക്കി ശ്വാസം മുട്ടി ഞാൻ മരിച്ചു പോകുമെന്ന് ഭയപ്പെട്ടു. പക്ഷെ ഞാൻ തളർന്നില്ല. പക്ഷെ എന്റെ സാരി വലിച്ചു കീറിയപ്പോൾ, എന്റെ പാവാടയുടെ വള്ളി വലിച്ചു കീറിയപ്പോൾ ഞാൻ തകർന്നുപോയി. എന്റെ മാനം സംരക്ഷിക്കണം എന്ന നിലയിൽ എവിടെയെങ്കിലും മറവ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് ആ സ്ത്രീ കണ്ണുനീരോടെ എന്നോട് പറയുമ്പോൾ, സാർ, അവിടെ നടന്ന രാഷ്ട്രീയം നിങ്ങൾ മാറ്റിവെക്കുന്നത് എന്തിനാ സാർ ഈ ബഹളം വെക്കേണ്ട കാര്യം? എന്താ? അവിടെ നടന്ന അവിടുത്തെ രാഷ്ട്രീയം മാറ്റിവെക്ക്, അവിടുത്തെ അവിശ്വാസ പ്രമേയ ചർച്ച മാറ്റിവെക്ക്, അവര് കൗൺസിലറാന്നുള്ള പദവി മാറ്റിവെക്ക്. ഒരു വിധവയായ സ്ത്രീ, ഒരു അമ്മ, അവർക്ക് നഗരമധ്യത്തിൽ, പൊതുജന മധ്യത്തിൽ വസ്ത്രാക്ഷേപത്തിന് വിധേയമായ വേണ്ടി വരുന്ന ദുരവസ്ഥയാണോ സാർ ഈ കേരളത്തിൽ ഉണ്ടാവേണ്ടത്? സാർ, TP യെയും ഷുഹൈബിനെയും
കൃപേഷിനെ ശരത്ലാലിനൊക്കെ വെട്ടിക്കൊന്ന കാടത്തം ഇപ്പോഴും തുടരുന്നു എന്ന സന്ദേശമല്ലേ പൊതുസമൂഹത്തിലേക്ക് ഇതുവഴി കൊടുക്കുന്നത്? ഇതിനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്നാണ് സാർ കിട്ടുന്നത്? ഇതിന്റെ അകത്ത് ഈ വ്യക്തി കലാരാജു എന്ന് പറയുന്ന വ്യക്തി രൂക്ഷമായ ഒട്ടനവധി ആരോപണങ്ങളാണ് പ്രാദേശിക നേതൃത്വത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. സാമ്പത്തികമായി അവരെ തകർത്തു കളഞ്ഞു, അവരുടെ വീടും സ്വത്തും നിസ്സാര വിലയ്ക്ക് വിൽപ്പിച്ചു. അതിനെതിരെ അവര് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ 2 ദിവസം മുമ്പ് പറയുന്നതിന് എത്രയോ മുമ്പ് 6 മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി നേതൃത്വത്തിന് ഔദ്യോഗികമായി അവർ കത്ത് നൽകുന്നു. പാർട്ടി ഒരനക്കവും ചെയ്തില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നത് മാത്രമല്ല, അവർക്കെതിരെ അപ്രഖ്യാപിത ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. 25 വർഷം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു കുടുംബത്തിനുണ്ടായ ദുരവസ്ഥയാണ് സാർ അവിടെ അവരെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അവർക്ക് അപമാനം നേരിടേണ്ടി വന്നപ്പോൾ അവിടെ നിങ്ങൾ ഈ ബഹളം വെക്കുന്ന പോലെയല്ല, അവിടെയുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകളുടെ ഇടതുപക്ഷ സഹയാത്രികരുണ്ടല്ലോ, അവരുടെയൊക്കെ മനസ്സിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഒരാൾ പോലും മിണ്ടുന്നില്ല എന്നുള്ളൂ, പേടിച്ചിട്ട്. സാർ അപ്പോൾ ഈ വ്യക്തിയെ അവരെ ശാരീരികമായും മാനസികമായിട്ടും മാത്രമല്ല സാമ്പത്തികമായും തകർത്തു എന്നുള്ളതാണ് സാർ. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റിക്ക് നേരെ ഒരു ആക്ഷേപം വന്നപ്പോൾ നമ്മുടെ പോലീസ് എത്ര വേഗതയിലാണ് ആക്ഷൻ എടുത്തത്? ശരവേഗതയിൽ ഓടി നടന്ന് അറസ്റ്റുകൾ നടത്തിയില്ലേ സാർ? ആ ശരവേഗത എല്ലായിടത്തും പ്രതീക്ഷിക്കുന്നുണ്ട് സാർ. സെലിബ്രിറ്റികൾക്കുള്ള അഭിമാനം തന്നെയാണ് എല്ലാ സ്ത്രീകൾക്കും ഉള്ളത് സാർ. ഇവിടെ FIR ഇട്ട് 3 ദിവസങ്ങൾ പിന്നിടുകയാണ്, ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്തില്ല. ഇതിന് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഇവിടെ വായിച്ച 4 പേര് സാർ, അവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പോലീസിന് മുമ്പിൽ ഹാജരാക്കുന്ന 4 വ്യക്തികളാണ്. ആരുമല്ല അവര്, സ്ഥിരമായിട്ട് ഹാജരാക്കപ്പെടുന്ന കുറച്ചു പേര് മാത്രമാണ്. ആ 4 പേര് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അവര് കൃത്യമായ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. CPMന്റെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള അവരുടെ വാഹനം ഓടിച്ചുകൊണ്ടുപോയ വ്യക്തി അടക്കമുള്ളവരുടെ പേര് സഹിതം ഇവർ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കെതിരെ പോലും അവരെ കസ്റ്റഡിയിൽ എടുക്കുവാനോ അറസ്റ്റ് ചെയ്യുവാനോ പോലീസ് ഒരു തയ്യാറായിട്ടില്ല. അങ്ങനെ ചെയ്തിരിക്കുന്നറിയാവോ? UDF നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്. വനിതാ കൗൺസിൽ, ഇടതുപക്ഷ കൗൺസിലർമാരെ അങ്ങോട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞു. സാറ്, അവിടെ ഒരു കൗൺസിലറെയും ഒരു ഇടതുപക്ഷ കൗൺസിലറിനെയും UDFന്റെ നേതാക്കൾ ആരും തന്നെ ആക്രമിച്ചിട്ടില്ല. അതിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവിടെ നടന്ന എല്ലാ സംഭവങ്ങളുടെ വീഡിയോയും ചിത്രങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ നിയമപരമായി നേരിട്ടോളാം. നിയമവ്യവസ്ഥയിലും കോടതിയിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ആ രീതിയിൽ തന്നെ പോയിക്കോളാം. പക്ഷെ കള്ളക്കേസ് എടുത്ത് തകർക്കാമെന്ന നിലയിലേക്ക് ആരെങ്കിലും കരുതൽ അത് വെറുതെ ആണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ വ്യക്തിക്കുണ്ടായ അനുഭവം നാളെ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാനുള്ളത്. സാർ, ഈ കുത്താട്ടുകുളം പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് അനവധി ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വേഗമായ മറുപടികളാണ് എനിക്ക് രേഖാമൂലം ലഭിച്ചിട്ടുള്ളത്. അവിടെ ഇൻഎഫിഷ്യൻസിയുടെയും അഴിമതിയുടെയും പര്യായമായി ആ പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്. ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചയും കൊള്ളയും മദ്യ മയക്കുമരുന്ന് മണ്ണ് മാഫിയകൾ വിലസുകയാണ്. ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. അഴിമതിയുടെ എല്ലാ അർത്ഥവും ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് സാർ. ഈ കലാരാജു എന്ന് പറയുന്ന വ്യക്തി അത് ഒറ്റപ്പെട്ട സംഭവമായി അതിനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. നാളെ ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ 1-2 പേര് ചേർന്ന് ആസൂത്രിതമായി നടത്തുന്നതല്ല. ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. വളരെ കൃത്യമായ പിന്തുണ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായ അന്വേഷണം, സമഗ്രമായ ഉന്നത അന്വേഷണം അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. ഇവരെ തട്ടിക്കൊണ്ടുപോയ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ, ആ വാഹനം കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടി ഉണ്ടാവണം. ഇതിന് നേതൃത്വം നൽകിയ മൂവാറ്റുപുഴ DYSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ, വകുപ്പ് തല നടപടികൾ സ്വീകരിക്കാൻ കഴിയണം. ആ ഉറപ്പാണ് സ്ത്രീ സുരക്ഷിതത്വം എന്ന വാക്ക് പൂർണ്ണതയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ബഹുമാനപ്പെട്ട അനൂപ് ജേക്കബ് ചൂണ്ടിക്കാണിച്ച സ്ത്രീ സുരക്ഷ നമ്മുടെ കേരളം അതിന് മാതൃകയായി തന്നെയാണ് നിൽക്കുന്നത്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നിലപാടാണ് സംസ്ഥാനം സ്വീകരിച്ചു വരുന്നത്. അത് പൊതുവെ അംഗീകരിക്കപ്പെട്ട കാര്യവുമാണ്. ഇവിടെ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹം കുത്തിയിരുന്നു പോയി എന്ന്. ആ കുത്തിയിരിക്കുന്നതിനിടയായ കാരണം എന്താണ് സർ? അവിടെ ഒരു അവിശ്വാസ പ്രമേയം കൊടുക്കുന്നു. സ്വാഭാവികമാണ്, അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നു. ചർച്ച ചെയ്യാൻ ആവശ്യമായ
അന്തരീക്ഷം മറ്റ് ബഹളമൊന്നും ഉണ്ടാകരുത് എന്ന് ഹൈക്കോടതിയുടെ മുന്നാകെ ഒരു പെറ്റീഷൻ പോകുന്നു. ഹൈക്കോടതി പറയുന്നു ആവശ്യമായ സുരക്ഷയൊക്കെ ഒരുക്കണം. ആവശ്യമായ സുരക്ഷ എവിടെ ഒരുക്കുന്നു? അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച സംഭവങ്ങളെ തുടർന്ന് ഹൈക്കോടതിയിൽ വീണ്ടും ഒരു പെറ്റീഷൻ പോകുന്നു. ഹൈക്കോടതി ആ പെറ്റീഷൻ തീർപ്പാക്കി കഴിഞ്ഞു. കാരണം അതിൽ ആവശ്യമായ സുരക്ഷാ നടപടികൾ അവിടെ സ്വീകരിച്ചിരുന്നു എന്നുള്ള സർക്കാർ വാദം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ തീർപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം അവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ സാധിക്കുക. സർ, അവിശ്വാസ പ്രമേയം വരുമ്പോൾ അവിശ്വാസ പ്രമേയത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമ്പോൾ ആ നിലവിലുള്ള ഭരണ വിഭാഗത്തിനെതിരെയുള്ള അവിശ്വാസം രേഖപ്പെടുത്താനാണ്. ആ അവിശ്വാസം രേഖപ്പെടുത്താൻ അവകാശം എപ്പോഴും അവിടുത്തെ പ്രതിപക്ഷത്തിനുണ്ട്, ഏത് പ്രതിപക്ഷത്തിനുമുണ്ട്. അങ്ങനൊരു അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ജനാധിപത്യപരമായ നടപടിക്രമങ്ങളൊക്കെ പാലിച്ചു പോകണം. സർ, ഇവിടത്തേക്കാണ് വാദം പോകുന്നത്. ഒരു 25 വർഷത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് ആ നഗരസഭയിൽ കൗൺസിലറായിരിക്കുന്ന CPIMൻ്റെ ഭാഗമായിട്ടുള്ള, അവിടുത്തെ LDFൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കൗൺസിലറെ അവിടുന്ന് മാറ്റിയെടുക്കാൻ ഉള്ള നീക്കം നടത്തിയെന്നാണല്ലോ. സർ, ഇവിടെ രാഷ്ട്രീയമായി അഭിപ്രായമുള്ളത് ചില ഘട്ടത്തിൽ മാറിയെന്ന് വരാം. ആർക്കും അതിന് തടുക്കാൻ കഴിയില്ല. ചില ഘട്ടത്തിൽ ചിലർ ഏതൊരു പാർട്ടിയിൽ നിന്നും മാറിപ്പോയി എന്ന് വരും. അത് UDFൻ്റെ ഭാഗമായാലും LDFൻ്റെ ഭാഗമായാലും ഇനി UDFിലെ ഘടകകക്ഷികളായാലും LDFിലെ ഘടകകക്ഷികളായാലും ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചേക്കാം. സർ, അങ്ങനെ സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ മറ്റു തരത്തിലുള്ള പ്രലോഭനങ്ങളുടെ ഭാഗമായി സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി സ്വാധീനിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ആ സ്വാധീനിക്കപ്പെട്ട വ്യക്തി ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണോ അപ്പുറത്ത് ചെല്ലേണ്ടത്? സാധാരണഗതിയിൽ ആ സ്ഥാനം രാജിവെക്കണ്ടേ? സ്ഥാനം രാജിവെച്ച് പോകണ്ടേ? നിങ്ങളിപ്പോൾ എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? നിങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ കാതലായ കാര്യങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത് വളരെ പ്രധാനമാണല്ലോ. നിങ്ങളൊരു പാർട്ടിയുടെ ഭാഗമായി നിൽക്കുക, നമ്മുടെ നാട്ടിൽ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക. ഇവിടെ പാർട്ടിയുടെയും മുന്നണിയുടെയും ഭാഗമായി നിൽക്കുന്നയാളെ മറ്റു തരത്തിൽ പ്രലോഭിപ്പിച്ച് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ ശ്രമിച്ചേക്കാം. അങ്ങനെ ശ്രമം വിജയിച്ചു കഴിഞ്ഞാൽ ആ കാലുമാറ്റത്തെ അതേ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കലാണോ? അതാണോ ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട അംഗം അത്തരമൊരു വാദം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് എന്നൊരു പാർട്ടിയുടെ നേതൃത്വത്തിലാണല്ലോ UDF പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിന് ഇത് അംഗീകരിക്കാൻ കഴിയും? സാധാരണഗതിയിൽ ഏതൊരംഗവും അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടതല്ലേ? രാജിവെച്ച് പോവുകയല്ലേ വേണ്ടത്? സർ, അതിൻ്റെ ഭാഗമായി അവിടെ കാലുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു എന്നുള്ളത് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. ഇവിടെ കാണേണ്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഒരു തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നവും ഉണ്ടാക്കണമെന്ന് സാധാരണഗതിയിൽ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായ നടപടികൾ പോലീസ് സ്വീകരിക്കുകയും ചെയ്യും. ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ജനാധിപത്യത്തിന് നിരക്കാത്ത കാലുമാറ്റത്തിൻ്റെ പ്രോത്സാഹനം വന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായി കാണേണ്ടത്. അത് നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രവണതയല്ല എന്നുള്ളത് അംഗീകരിക്കാൻ സാധിക്കണം. ഇവിടെ ഉണ്ടായ പ്രശ്നം, ആ കലാരാജു എന്ന് പറയുന്ന മഹതിക്ക് ചില പരാതികൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട, ശക്തമായ നടപടി തന്നെ പോലീസ് സ്വീകരിച്ചു പോകും. അതിൻ്റെ ഭാഗമായി മറ്റാശങ്കകൾ ഉണ്ടാകേണ്ടതില്ല. ഇവിടെ എതിരായി കേസ് വന്നു എന്ന് പറയുന്നത് അത് കള്ളക്കേസും മറ്റതെല്ലാം ശരിയായ കേസും എന്നാണ് ബഹുമാനപ്പെട്ട അംഗം പറയുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട അംഗം തന്നെ പറഞ്ഞു, വഴി മുടക്കലല്ല, ഞാൻ അവിടെ കുത്തിയിരുന്നിട്ടുണ്ട്, മറ്റാളുകളും ഉണ്ടായിരുന്നു,
പിന്നെ മറ്റാളുകളും വന്നു ചേർന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ സ്വാഭാവികമായ നിയമ നടപടികൾ സ്വീകരിച്ചു പോകട്ടെ. നിയമ നടപടികളുടെ കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി ഉണ്ടാകും എന്നതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒരു ആശങ്കയും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല. ഏതായാലും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമം അത് ഗൗരവമായി തന്നെ കാണുന്നതാണ്, ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. അവരുടെ പരാതി ഗൗരവമായിട്ട് തന്നെ പരിഗണിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്നുള്ള ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ അനൂപ് ജേക്കബ് ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആലപ്പുഴ CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞ പ്രസംഗം ഇവിടെ ഉദ്ധരിച്ചു. ഞാൻ ഓർത്തു മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കും തന്നെ മറുപടിയിൽ. പക്ഷേ അദ്ദേഹം കാലുമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് കിഡ്നാപ്പിങ്ങിന് കേസെടുത്ത ഈ ക്രിമിനലുകളെ ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കിനും ഒരേ വിലയാണ് എന്നാണ് ഇന്ന് അങ്ങയുടെ മറുപടിയിലൂടെ ഇന്ന് പുറത്തു വന്നത്. സർ ഇവിടെ കാലുമാറ്റം ആണ് അദ്ദേഹത്തിന് ഭയങ്കരമായ വിഷമമുണ്ടാക്കിയ സംഭവം. സർ, കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറിയിരിക്കുന്നു? അവരെയൊക്കെ തട്ടിക്കൊണ്ടുപോകാൻ ഈ ഒരു മാസം മുമ്പ് വ്യവസായ മന്ത്രി P. രാജീവിൻ്റെ മണ്ഡലത്തിൽ കരുമാലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഒരു അംഗം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാറ്റി വോട്ട് ചെയ്തു. അപ്പുറത്ത് CPM എന്താ ചെയ്തത്? അവനോട് പോയി രാജിവെക്കാനാണ് പറഞ്ഞത്. CPM ഉച്ച കഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കാലുമാറ്റക്കാരനെ വൈസ് പ്രസിഡന്റ് ആക്കി. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? നിങ്ങളതാണ് ചെയ്തത്. രാവിലെ കാലുമാറിയവനെ ഉച്ച കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റ് ആക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീ അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അവര് നേതൃത്വത്തോട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിക്കണം അവരുടെ സങ്കടം എന്താണെന്ന്. വിധവയായ ആ പാവപ്പെട്ട സ്ത്രീയുടെ ഒരു കടം വന്നപ്പോൾ പാർട്ടി ഇടപെട്ട് വിപ്പിക്കുകയാണ് അവരുടെ സ്ഥലം. മനസ്സിലായില്ലേ? ആ സ്ഥലം പാർട്ടി പറഞ്ഞ വിലയ്ക്ക് അവർ വിൽക്കുകയാണ്. സർ, പാർട്ടി ഇടനിലക്കാരാ ബ്രോക്കർമാര്. എന്നിട്ട് പാർട്ടി എന്താ ചെയ്തെന്നറിയാമോ? ഇതിന്റെ 4 ഇരട്ടി വിലയ്ക്ക് അത് വിൽക്കുകയാണ് ഇവരുടെ സ്ഥലം. വേറെ ആളെ കൊണ്ട് വിൽപ്പിക്കുകയാണ് വാങ്ങിപ്പിച്ചിട്ട്. സാർ, സങ്കടം വന്നിട്ടാണ്, കടബാധ്യത വന്നിട്ടാണ്. ഒരുപാട് പരാതി അയച്ചു. അവർക്കൊരു പരാതിയുണ്ട്. ഇനി അവര് തീരുമാനം മാറ്റി അവരവിടെ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ വന്നാണെന്നിരിക്കട്ടെ. നിങ്ങൾ ഈ തട്ടിക്കൊണ്ടുപോയല്ലോ ന്യായീകരിക്കാമോ? എന്താ അവരോട് ചെയ്തത്? ബഹുമാനപ്പെട്ട പിറവം അംഗം ശ്രീ അനൂപ് ജേക്കബ് ദൃക്സാക്ഷിയ. അവരുടെ വസ്ത്രാക്ഷേപം നടത്തി, അവരുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച്, അവരുടെ സാരി വലിച്ച് കീറി അവരെ കാറിലേക്ക്. നിങ്ങളൊക്കെ ഇത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എനിക്ക് വിരോധമില്ല. അല്ല, അതിനെയൊക്കെ ഈ ചെയ്ത കാര്യം സാർ ഇത് സാർ ഇത് വിഷ്വൽ മീഡിയയിലുള്ള കാര്യമാണ്. ഒരു സ്ത്രീയോട് ചെയ്ത കാര്യമാണ്. അല്ല, നിങ്ങളതിനെ ന്യായീകരിച്ചോ സാർ? എന്നിട്ട് അവരുടെ കാല് ഡോറിൽ കുടുങ്ങി. സാർ, ഇത് ശരിയാണ് സാർ? ഇതാണ് ശരിയാണ്. അവരുടെ കാല് കുടുങ്ങി. അപ്പൊ കാല് കുടുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, എൻ്റെ മകന്റെ പ്രായത്തേക്കാൾ കുറവുള്ള ഒരു പയ്യൻ പറഞ്ഞു ഞാനത് കാല് വെട്ടിയെടുത്ത് തരാമെന്നു. സാർ, ഒരു ചെറുപ്പക്കാരനാ നിങ്ങളുടെ പാർട്ടിയിലുള്ളത്. DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് തട്ടിക്കൊണ്ടുപോയ ഈ കാർ ഓടിച്ചത്. സാർ, നിങ്ങളുടെ പുതിയതായി വരുന്ന തലമുറയെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണോ പ്രോത്സാഹിപ്പിക്കുന്നത്? ആണോ? ഇവരാണോ ക്രിമിനലുകളെ വളർത്തിയാണ് നിങ്ങൾ? അവരുടെ മകനേക്കാൾ പ്രായമുള്ളവൻ പറയാണ് നിന്റെ കാല് ഞാൻ വെട്ടിത്തരാന്ന്. ഒരു സ്ത്രീയോടാണ് പറയുന്നത്, അതിൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട്. എന്തെല്ലാം സാറാണ് മോശമായി അതിൻ്റെ അകത്ത് പറഞ്ഞത്? എന്തെല്ലാം കാര്യങ്ങളാണ്.
നിങ്ങളുടെ നീതിബോധം ഇതാണോ? അമ്മമാരോടും പെൺമക്കളോടും സഹോദരിമാരോടും ഉള്ള നിങ്ങളുടെ നീതിബോധം ഇതാണോ? നിങ്ങളുടെ പോലീസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു. പോലീസ് എല്ലാ സഹായം ചെയ്തു കൊടുത്തു. സാർ, തട്ടിക്കൊണ്ടു പോകുന്ന ഈ കാറിന്റെ മുമ്പിൽ ഒരു ലോറി വന്നു വിട്ടു. അപ്പൊ കാർ എടുക്കാൻ പറ്റണില്ല. പോലീസ് എന്താ ചെയ്തെന്നറിയോ? ആ ലോറി മാറ്റിക്കൊടുത്തു. ആ ലോറി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ആ ലോറി മാറ്റിക്കൊടുത്തിട്ട് തട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു. യെസ് പ്ലീസ് പ്ലീസ്, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. അദ്ദേഹം കൺക്ലൂഡ് ചെയ്തോട്ടെ. അദ്ദേഹം അങ്ങ് സംസാരിച്ചോ, അങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ, അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. പ്ലീസ് പ്ലീസ് പ്ലീസ്. യെസ് യെസ് യെസ്, അങ്ങ് സംസാരിച്ചോ. സർ, പ്ലീസ് പ്ലീസ്, ഒന്ന് അവിടെ ഇരിക്കുക. പ്ലീസ് പ്ലീസ് പ്ലീസ്, അങ്ങ് സംസാരിച്ചോ. അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. യെസ്, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. യെസ്, നിങ്ങളിരിക്കുക, അവിടെ ഇരിക്കുക. അദ്ദേഹം സംസാരിക്കട്ടെ, കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മളേത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്ത് നടക്കുന്നുണ്ട്? എന്ത് ചെയ്യാം? നിങ്ങൾ പ്രകോപിതനാവില്ല, അങ്ങ് പ്രകോപിതനാവില്ല. പ്ലീസ്, അങ്ങ് പ്രകോപിതനാവില്ല, അങ്ങ് പ്രകോപിതനാവില്ല. പ്ലീസ്, അങ്ങ് ഒരു സീനിയർ പൊളിറ്റീഷ്യനാണ്, അങ്ങ് വളരെ സീനിയറാണ്. എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? പ്ലീസ്, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. പ്ലീസ് പ്ലീസ് പ്ലീസ്. സംസാരിക്കട്ടെ, നിങ്ങൾ സംസാരിച്ചു പോടെ. പ്ലീസ്, അവർ സംസാരിക്കട്ടെ. പ്ലീസ്. യെസ് യെസ് യെസ്, അങ്ങ് സംസാരിച്ചോ. യെസ്, അങ്ങ് സംസാരിച്ചോ, അങ്ങ് സംസാരിച്ചോ, അവിടെ സീറ്റിലിരിക്കെ, സീറ്റിലിരിക്കെ, സീറ്റിലിരിക്കെ. അവര് വെളിയിലിറങ്ങിട്ടോ, നിങ്ങൾ അവിടെ പോയിരിക്കെ. അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. പ്ലീസ് പ്ലീസ്. യെസ് യെസ്, നിങ്ങളൊന്ന് ചെയറിലേക്ക് ചെല്ല്. യെസ്, അങ്ങ് ചെയറിലേക്ക് ചെല്ല്, ചെയറിലേക്ക് ചെല്ല്, ചെയറിലേക്ക് ചെല്ല്. യെസ് 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 യെസ്. സർ, ഇത് നമ്മുടേതൊരു സിവിലൈസ് സൊസൈറ്റിയാണ്, ഒരു പരിഷ്കൃത സമൂഹമാണ് കേരളം. ആ കേരളത്തിൽ ന്യായമായ സംരക്ഷണം സ്ത്രീകൾക്കും എല്ലാവർക്കും നീതിയുടെ സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണ് ഈ വൃത്തികേടിന് കൂട്ടുനിന്നത്. സാർ, പോലീസ് സേന ഇത്രമാത്രം അധപ്പതിക്കാമോ? സാർ, കാക്കിയിട്ടുകൊണ്ട് ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കാമോ? അങ്ങല്ലേ പോലീസിന്റെ ഭരണാധികാരി, അങ്ങയുടെ കീഴിലുള്ള. പ്ലീസ് പ്ലീസ്, അദ്ദേഹം സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യട്ടെ. പ്ലീസ്. യെസ് യെസ് യെസ്, അങ്ങ് സംസാരിച്ചോ, അങ്ങ് സംസാരിച്ചോ, അങ്ങ് സംസാരിച്ചോ. പ്ലീസ്, അങ്ങ് സംസാരിച്ചോ. സാർ, ഇതാണോ നീതി? നിങ്ങൾ അവിടെ ഇരുന്നോന്ന് ഇഗ്നോർ ചെയ്ത് സംസാരിച്ചു പോയിക്കോട്ടെ. യെസ്, അങ്ങ് സംസാരിച്ചോ. അവരെ ഇഗ്നോർ ചെയ്തോ, അവരെ ഇഗ്നോർ ചെയ്തോ. യെസ് യെസ്, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ, അവിടെ ഇരിക്കെ. യെസ്, അങ്ങ് സംസാരിച്ചോ. യെസ്. സാർ, പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇതിൻ്റെ അകത്ത് ഒന്നാം പ്രതി. യെസ്, അങ്ങ് സംസാരിക്കുക. അതെന്താ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പറയാ? അല്ല, ഞാൻ ചോദിക്കുന്ന ആരും മിണ്ടുന്നില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിക്കെ നിങ്ങൾ സംസാരിക്കാതിരിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയറിന് അങ്ങ് കൺക്ലൂഡ് ചെയ്. സ്പീക്കർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? യെസ്, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. യെസ്, നിങ്ങളൊന്ന് ചെയറിൽ ചെല്ല്, ഒപ്പോസിഷൻ അങ്ങ് ചെയറിൽ ചെല്ല്. പ്ലീസ്, ചെയറിൽ പോയിരിക്കുക, ചെയറിൽ പോയിരിക്കുക, ചെയറിൽ പോയിരിക്കുക, ചെയറിൽ പോയിരിക്കുക. യെസ്, ചെയറിൽ പോയിരിക്കുക, ചെയറിൽ പോയിരിക്കുക, ചെയറിൽ പോയിരിക്കുക. പ്ലീസ് പ്ലീസ്.
അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം. പ്ലീസ് 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 പ്ലീസ്. ശ്രീമതി ജമീല കാലത്തിൽ അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം. പ്ലീസ് അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം. യെസ് പ്ലീസ് പ്ലീസ് പ്ലീസ്. യെസ് യെസ്, ഒന്ന് അവിടെ ഇരിക്കാം. അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. യെസ്, നിങ്ങൾ സംസാരിക്കുക, നിങ്ങൾ സംസാരിക്കുക. യെസ് യെസ്. യെസ് യെസ്, ഒന്ന് ചേർല്. ഇതിനകത്ത് പ്രതികളാക്കിയിരിക്കുന്നത് പാർട്ടി നേതാക്കന്മാരെയാണ്. ഞാൻ പറഞ്ഞാൽ എന്താ ബഹളം ഉണ്ടാക്കുന്നത്? ഒന്നാം പ്രതി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്, രണ്ടാം പ്രതി മുനിസിപ്പൽ ചെയർപേഴ്സണാണ്, മൂന്നാം പ്രതി മുനിസിപ്പൽ വൈസ് ചെയർമാനാണ്, നാലാം പ്രതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. എന്താണ് ആക്ഷേപം എഴുതിയിരിക്കുന്നത്? 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ പറ്റിയ കുറ്റമാണ് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ ചെയ്തത്. ഒരു സ്ത്രീയോട് പരസ്യമായി പട്ടാപ്പകൽ ചെയ്തിട്ട് ഈ പോലീസിന്റെ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി വന്ന് അതിനെ ഒരു കാലുമാറ്റം എന്ന തരത്തിൽ ലഘൂകരിക്കാൻ ശ്രമിച്ചു. സാർ, ഇത് കൗരവസഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ദുശാസനന്മാരായിരുന്നു. ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ ബഹളമുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് മറക്കണ്ട, മറക്കണ്ട, മറക്കണ്ട. ഈ സംഘം കൺക്ലൂഡ് ചെയ്യുന്നുണ്ടോ? സർ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം. യെസ്, യെസ് യെസ്, അങ്ങ് സംസാരിക്കുക. ഞാൻ പറയാതെ പോവില്ല. അങ്ങ് പറഞ്ഞോ, അങ്ങ് സംസാരിച്ചോ. സാർ, എനിക്ക് ആരോഗ്യമന്ത്രി ആ ഗസേരയിൽ ഇരുന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം അവരൊരു സ്ത്രീയാണ്. സാറേ, യെസ്, അങ്ങ് സംസാരിക്കുക. അവരിയ്ക്കട്ടെ, ഇരുന്നടിയാ മോനെ. യെസ്, മിനിസ്റ്റർ അവിടെ ഇരിക്കുക. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. അങ്ങേക്ക് പറയാനുള്ള അതിന് ശേഷം പറയാം. യെസ് യെസ്, അങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. അദ്ദേഹം കൺക്ലൂഡ് ചെയ്താൽ പറയാം. അങ്ങേക്ക് അവസരം നൽകാം. യെസ്. അവരെന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? സ്ത്രീകളെ ആക്രമിച്ച കേസിലെ പ്രതി, അറിയപ്പെടുന്ന ക്രിമിനൽ ഇഡ്ഡലി ശരൺ എന്ന് വിളിക്കുന്ന ശരത്ചന്ദ്രനെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ച ആളാ ആരോഗ്യമന്ത്രി. ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാം. ആപ്പാ കേസ് മനസ്സിലായ? എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടപ്പോൾ ആരായാലും സാർ, അങ്ങയുടെ സമയം എക്സീഡ് ചെയ്യുന്നുണ്ട്. പ്ലീസ്, അങ്ങയുടെ സമയം എക്സീഡ് ചെയ്യുന്നുണ്ട്. പ്ലീസ് കൺക്ലൂഡ് ചെയ്യ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പ്ലീസ് അങ്ങ് കൺക്ലൂഡ് ചെയ്യ്. എങ്ങനെ അങ്ങ് കൺക്ലൂഡ് ചെയ്യ്? 13 മിനിറ്റായി. അല്ല, ബഹളമയത്തിൽ പോയി എന്ന് പറഞ്ഞാൽ എന്നാലും സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ സമ്മതിച്ചില്ല. അല്ല, അങ്ങ് സാധാരണ സംസാരിക്കുന്ന സ്പീച്ച് നടത്തിയിട്ടുണ്ട്. പറയണ്ട. ഞാൻ എത്ര നേരം സംസാരിച്ചു? അങ്ങ് നോർമൽ കേസിൽ സംസാരിക്കേണ്ട സമയത്തോട് എത്തി. സാധാരണ വാക്കൌട്ട് സ്പീച്ചിൽ അങ്ങ് സംസാരിക്കാനുള്ള സമയത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അങ്ങ് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ നമ്മൾ തർക്കത്തിലേക്ക് പോണ്ട. അങ്ങ് സംസാരിച്ചോ? അങ്ങ് സംസാരിക്ക്. മിണ്ടാതിരിക്കാൻ പറയാം. അല്ല, അങ്ങനെ എല്ലാ ആളുകളും ഇരുത്തിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. അങ്ങ് സംസാരിക്ക്. അങ്ങക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. അതെ, അങ്ങ് കേൾക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങ് സംസാരിക്ക്. കൂട്ട് നിൽക്കാണ്. അങ്ങനെ ഒന്നും ആരോപണം ഉന്നയിക്കണ്ട. അങ്ങ് അത്തരത്തിൽ ആരോപണങ്ങളൊന്നും, അത്തരത്തിലൊരു ആരോപണമൊന്നും ചേർന്നതിൽ ഉന്നയിക്കുന്ന രീതി ശരിയല്ല. അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. അങ്ങേപ്പോലൊരു സീനിയറായ ജനപ്രതിനിധി ഇത്തരത്തിൽ ഇമ്മച്ചോടെ സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കരുത്. ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. അങ്ങ് പ്രതിപക്ഷ നേതാവാണ്, അത് മറന്നുപോകരുത്. എന്നെ ഓർപ്പിക്കണ്ട. ആരോപണം ഉന്നയിക്കുമ്പം ഉത്തരവാദിത്തോടെ ഉന്നയിക്കണം. അത്രേ ഉള്ളൂ. യെസ് യെസ് യെസ്, പ്ലീസ് പ്ലീസ് പ്ലീസ്. അവിടെ ഇരിക്കെ. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. പ്ലീസ് അവിടെ ഇരിക്കെ. പ്ലീസ് ശ്രീ സേവിയർ, അവിടെ ഇരിക്കെ. യെസ് യെസ്, അങ്ങ് സംസാരിക്കുക. ഒരു മുനിസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയുടെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് വളരെ കൃത്യതയോടുകൂടിയാണ്. എന്നെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുക.
എന്നിട്ട് 12 മിനിറ്റ് ആയപ്പോൾ എന്നോട് അവസാനിപ്പിക്കാൻ പറയാ. അത് എനിക്കുള്ള പ്രതിഷേധം ഞാൻ പ്രകടിപ്പിച്ചു. സ്പീക്കറോട്, ചെയറിനോട് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പാടില്ലേ? പാടില്ലേ? പഴയ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്ക്, ആ പ്രീസിഡൻസ് ഒക്കെ എടുത്ത് നോക്ക്, ഇവിടെ പറഞ്ഞിരിക്കും. അല്ല, അങ്ങയുടെ വികാരം പ്രകടിപ്പിക്കുന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ചെയറിനോട് ചെയർ ഇതിന് കൂട്ടു നിൽക്കുകയാണ് എന്നൊരു പദം ഉപയോഗിച്ചു. അത് ശരിയായൊരു പദമാണെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ അല്ല, ചെയറ് പറഞ്ഞത് എനിക്കിത് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന്. എനിക്കിത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് വാക്കൗട്ട് പ്രസംഗം നടത്തുമ്പോൾ എന്നെ തുടരെ ശല്യപ്പെടുത്തിയപ്പോൾ സ്പീക്കറോട് പരാതി പറഞ്ഞപ്പോൾ എനിക്കിവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം പറ്റി, എന്നോട് പ്രസംഗം അവസാനിപ്പിക്കാൻ പറയാം. എന്നോട് സംസാരിപ്പിക്കാൻ സമ്മതിക്കാതെ. സാർ, ഇതെല്ലാവരും കാണുന്നുണ്ട്. അങ്ങെന്താണ് ചെയ്തതെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് ഇവിടെ പറഞ്ഞതെന്നും ഇതുപോലെ ഈ വിഷയം വന്നപ്പോൾ ഇവർ ഈ ബഹളം ഉണ്ടാക്കിയത് എന്താണെന്നും ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞതെന്നും രാജ്യത്തെ എല്ലാവരും കാണുന്നുണ്ട്. അത് മനസ്സിലാക്കണ്ട. പക്ഷേ ഇത് കേരളത്തിലെ സ്ത്രീകളോടുള്ള അധിക്ഷേപമാണ്. മുഖ്യമന്ത്രി അതിന് കൂട്ടുനിൽക്കുകയാണ്. ഒരു CPM കൗൺസിലർക്കാണ് ഇത് പറ്റിയത്. നാളെ നിങ്ങൾക്കാർക്കും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സിലായില്ലേ സാർ? ഇതിൽ ഉത്തരവാദികളായ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. അങ്ങ് നിർദ്ദേശം കൊടുക്കണം. അങ്ങയുടെ വാക്കിന് വിലയുണ്ടെങ്കിൽ, സ്ത്രീകളെ സംരക്ഷിക്കും എന്ന വാക്കിന് വിലയുണ്ടെങ്കിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, ഇതിന് കൊട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. സാർ, അങ്ങയെ പോലൊരാൾ അത് ചെയ്താൽ കേരളത്തിൽ ഇനി ഒരു സ്ഥലത്തും ഇത് ആവർത്തിക്കപ്പെടില്ല. സാർ, അങ്ങതിന് കൂട്ടുനിൽക്കുകയാണ്, ഈ പ്രതികളെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. വൃത്തികേട് കാണിച്ച ഈ പോലീസുകാർക്ക് സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ സാർ, കേരളം മുഴുവൻ ഇത് ആവർത്തിക്കപ്പെടും. അങ്ങിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കസേരയിലാണ് എന്ന് അങ്ങ് മറക്കരുത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. സാർ, സർക്കാരിന്റെ നിഷേധാത്മകമായ നടപടിയിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കണ്ടേ എന്ന് പറഞ്ഞു. ആ സ്ഥിതി ഉണ്ടാകുന്നത് മോശമാണ് സർ. ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കണ്ടേ എന്ന് അങ്ങ് പറഞ്ഞു തന്നെയാണ്. അത് ശരിയല്ല സർ. ഈ സഭയിലാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം പറയാൻ അവസരം ഉണ്ടാവണ്ടേ. ഞാൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സഭയില്ല, അതായല്ലോ സർ. അത് വല്ലാത്തൊരു സ്ഥിതിയായിപ്പോയി സർ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഒരു പാർട്ടിയുടെ ആളായി ജയിച്ചു വന്നാൽ പിന്നെ മാറുന്നത് ശരിയാണോ? ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള ഒരു ഉപദേശമായി, ഇത് ഞങ്ങൾക്ക് ബാധകമല്ല, ഇത് നിങ്ങൾക്കുള്ള ഉപദേശമാണെന്നിട്ടോ എന്നും കൂടി പറഞ്ഞാൽ അത് പൂർത്തിയാവും. കാരണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ. പക്ഷേ അതിന് നിയമത്തിൽ വകുപ്പുണ്ട്. കൗൺസിലർ സ്ഥാനം കളയാലോ, ബാക്കി കാര്യങ്ങൾ ചെയ്യാലോ. പക്ഷേ ചുമന്നുകൊണ്ട് പോകാനുള്ളൊരു വകുപ്പ് നിയമത്തിലില്ല. ചുമന്നുകൊണ്ട് പോകാനുള്ള വകുപ്പ് നിയമത്തിലുണ്ടോ? ഇവിടെ പട്ടാപ്പകൽ ഏറ്റിക്കൊണ്ട് പോയി, ചുമന്നുകൊണ്ട് പോയി. അത് മാത്രമല്ല, അത് ചെയ്ത രീതി വളരെ ക്രൂരമായ രീതിയിലാണ്. കാല് കുടുങ്ങി നിലവിളിച്ചിട്ടും പിന്നെ ഒന്നും ചെയ്തു കൊടുത്തില്ല. കാലുപാണി വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. അതൊക്കെയാണ് സർ ഈ കാര്യത്തെ വളരെ ഒരു മോശമായ ആക്ഷനാക്കി വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. ആ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ കേസെടുക്കാതിരിക്കും കൂടി ചെയ്യുമ്പോൾ ഇത് വളരെ പക്ഷപാതപരമായ നിലപാടാണ് എന്നുള്ള നിലയിൽ, ആ നിലയിലാണ് പ്രതിപക്ഷം ഇത് കൊണ്ടുവന്നത്. സർ, അതിന് നിയമപരമായ വാഴ്ച ഉറപ്പുവരുത്തുന്ന ഒരു ഗവൺമെൻറ് മറുപടി പറയേണ്ടത് ഇങ്ങനെയല്ല. ഈ സമീപനത്തിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വാക്കൗട്ട്. സർ, കേരളം മുഴുവൻ ശ്രദ്ധിച്ചൊരു വിഷയമായി ഒരു സ്ത്രീയുടെ നേരെയുള്ള ആക്രമണം. അതിൽ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥമായ ഒരു ഗവൺമെൻറ് ചെയ്യാതിരിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഞാൻ എൻ്റെ കക്ഷി പോക്കുന്നു.